ചന്ദ്രനെ ഒരു കൂറ്റൻ പവർ സ്റ്റേഷനാക്കി മാറ്റാൻ ജപ്പാൻ ഒരുങ്ങുന്നു. പ്രമുഖ ജാപ്പനീസ് കൺസ്ട്രക്ഷൻ കമ്പനിയായ ഷിമിസു കോർപ്പറേഷനാണ് ലൂണർ റിംഗ് എന്ന വിപ്ലവകരമായ പദ്ധതിക്ക് പിന്നിൽ. ചന്ദ്രന്റെ മധ്യരേഖയ്ക്ക് ചുറ്റും സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഭൂമിയിലെ പോലെ മേഘങ്ങളോ അന്തരീക്ഷമോ ഇല്ലാത്തതിനാൽ തടസ്സമില്ലാതെ സൗരോർജം സംഭരിക്കാൻ ചന്ദ്രനിൽ സാധിക്കും. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ലേസർ കിരണങ്ങളായോ മൈക്രോവേവ് തരംഗങ്ങളായോ ഭൂമിയിലേക്ക് അയക്കാനാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. നിലവിൽ ലോകത്തിനാവശ്യമായ വൈദ്യുതിയുടെ എത്രയോ മടങ്ങ് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. മനുഷ്യർക്ക് പകരം റോബോട്ടുകളെ ഉപയോഗിച്ചായിരിക്കും ചന്ദ്രനിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. നിരവധി വെല്ലുവിളികൾ മുന്നിലുണ്ടെങ്കിലും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം. 2030-ൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് സൂചന. നിലവിൽ ഈ പദ്ധതി പ്രാരംഭഘട്ടത്തിലാണെങ്കിലും ഭാവിയിൽ ഊർജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമായി ശാസ്ത്രലോകം ഇതിനെ കാണുന്നു. ഈ പദ്ധതി പ്രാവർത്തികമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.